കേൾക്കാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? ഇല്ലടാ, മാം ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. Good morning. Good morning, ma'am. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് Good morning, ma'am. Yes. Prayer ചൊല്ലിക്കൊണ്ടോ? Prayer. ഞാൻ പാടട്ടെ? അടിപൊളി. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിനും കാരണനായുള്ള തമ്പുരാനെ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിനും കാരണനായുള്ള തമ്പുരാനെ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്നെ കൂടെ പിറപ്പുകളായി നനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞൊരു മാതൃകയായിട്ടും സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിനും കാരണനായുള്ള തമ്പുരാനെ. താങ്ക് യു. Okay. Thought of the day. മാം ആരും ഇല്ലെങ്കിൽ ഞാൻ പറയാം. പറഞ്ഞോളൂ. All birds find shelter during rain, but the eagle avoids rain by flying above the clouds. Problems are common, but attitude makes the difference. Dr. APJ Abdul Kalam. Thank you, ma'am. Okay. Signing ഉണ്ടോ? വേണ്ട. Signing ഇല്ല. Okay. Yes. പഠിച്ചോൾ യൂണിറ്റ് 10 ആണ് എടുക്കുന്നത്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. PDF കാണാമോ? കാണാം മാം. ഓക്കെ. എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്? വ്യത്യാസങ്ങളാണ്. ഓരോ വ്യക്തികളും തമ്മിലുള്ള വ്യക്തികളുടെ വ്യത്യാസങ്ങൾ, വ്യക്തികളുടെ വ്യത്യാസത്തിലുള്ള സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ. വ്യക്തി വ്യത്യാസങ്ങൾ അല്ലെ? വ്യക്തിഗത വ്യത്യാസം പല രീതിയിൽ നമുക്ക് പറയാം. Okay. It is an unquestionable fact that human beings resemble each other in certain aspects, but they are not exactly alike in all respects. All aspects ആണ് കേട്ടോ. Respects നടക്കണം. Aspects നടക്കണേ. Then no two individuals are similar, not even identical twins. Individuals differ in their intelligence, aptitude, interest, attitude, and other personality traits
These disparities between individuals that separate them from one another and make one as simple individually oneself are termed as individual difference. It is an unquestionable fact. എന്താണ് unquestionable fact എന്ന് പറയുന്നത്? Unquestionable എന്ന് പറഞ്ഞാൽ എന്താ? Unquestionable. ചോദ്യം ചെയ്യാൻ പറ്റാത്ത Yes, ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു ഫാക്ട് ആണ് individual difference അല്ലെ? അതായത് നമ്മൾക്കറിയാം എല്ലാവരിലും എന്തുണ്ട്? വ്യക്തി വ്യത്യാസങ്ങളുണ്ട്. എല്ലാവരും ചിലപ്പോൾ കാഴ്ചയിൽ ഒരുപോലെ ആയിരിക്കാം, പക്ഷെ അത് നമ്മുടെ തോന്നലാണ്. കാഴ്ചയിൽ ഒരുപോലെയാണ്, പക്ഷെ അവരുടെ പല കാര്യങ്ങൾ, പല ആസ്പെക്ട്സിൽ എന്താണ് വ്യത്യാസങ്ങളുണ്ട്. ഇതൊക്കെയാണ് human beings resemble in each other in certain aspects, but they are not exactly like all aspects. പക്ഷെ നമുക്ക് തോന്നും അല്ലെ, ഇപ്പൊ നമുക്ക് ട്വിൻസിനെ കാണുന്ന സമയത്ത്, ഇരട്ടകളെ കാണുന്ന സമയത്ത് നമുക്ക് എന്താ തോന്നുന്നത്? ഒരേപോലെയാണ് അല്ലെ? എല്ലാം ഒരേപോലെ, ഒരു പൊട്ടിക്ക് പോലും ഡിഫറൻസ് കാണാനില്ലെന്ന് നമുക്ക് തോന്നും കാഴ്ചയിൽ. പക്ഷെ എവിടെയെങ്കിലും എന്തൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെയാണ്, നമ്മളത് വിശ്വസിച്ചേ പറ്റും. എന്തെങ്കിലും ഒരു വ്യത്യാസം ആളിലുണ്ടായിരിക്കും. ചിലപ്പോ ഐസിന്റെ കളർ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ നോസിന്റെ ഷേപ്പ്, ഫേസിന്റെ ഷേപ്പ്, മാനറിസം, ചെവി, ഹെയർ സ്റ്റൈല്, ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ എന്താണ് എപ്പോഴെങ്കിലും ഒരു മൈന്യൂട്ട് ആയിട്ടൊരു വ്യത്യാസം ട്വിൻസിൽ ഉണ്ടായിരിക്കാം. ഇനി വേണ്ട ഫിസിക്കലി ഓക്കെ, ഫിസിക്കൽ ഫീച്ചേഴ്സ് നമുക്കൊന്നും തോന്നുന്നില്ല, പക്ഷെ ആള് മെന്റലി എങ്ങനെയായിരിക്കും? മെന്റലി മറ്റൊരാളെ പോലെ തന്നെയായിരിക്കും ആൾ ചിന്തിക്കുന്നത്. മാം, എന്റെ കുട്ടികൾ ഇരട്ട കുട്ടികളാണ്. പറഞ്ഞോളൂ. അവർ രണ്ടുപേരും രണ്ട് മുഖാണ്, രണ്ട് സ്വഭാവമാണ്, എല്ലാം കൊണ്ടും. ഒരാള് ഭയങ്കര വികൃതിയാണ്, പക്ഷെ ഒരാള് സമാധാനിയാണ്. എല്ലാം കൊണ്ടും നമ്മള് എന്താ പറയാ, ആള് തല്ലുപിടിക്കാനൊന്നും പോകില്ല. പക്ഷെ ഒരാള് നമ്മള് ആ ആളുടെ കയ്യിൽ എന്താണോ ഉള്ളത്. ഞാൻ ചെറുപ്പത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടതാണ്, കാരണം രണ്ടെണ്ണം വേണം, ഒരെണ്ണം കൊണ്ടൊന്നും പറ്റില്ല. ഒരേ കളർ, ഒരേ സാധനം. ഒരു മുത്ത് പോയാൽ മറ്റാൾ ആ മുത്ത് പറിച്ചു കളയും, ആ സെയിം മുത്ത് തന്നെ. അങ്ങനത്തെ സ്വഭാവമാണ്. രണ്ടുപേരുടെ രണ്ട് മുഖമാണ്. കേട്ടല്ലോ, റിയൽ ആയിട്ട് കേട്ടത്. അപ്പൊ കാഴ്ചയിൽ ചിലവര്, പക്ഷെ കാഴ്ചയിൽ ഒരേപോലെ ഇരിക്കുന്ന ട്വിൻസിനെ നമ്മൾ കാണാറുണ്ട് അല്ലെ? ഒരു വ്യത്യാസം, ഡ്രസ്സിങ് വരെ കറക്റ്റ് ആണ്, പക്ഷെ അവർക്ക് ഫിസിക്കൽ ആസ്പെക്ട്സില് നമുക്ക് സിമിലർ ആയിട്ട് തോന്നുമെങ്കിലും, പക്ഷെ എന്താണ്, അവർക്ക് ചിലപ്പോൾ മെന്റലി പല ഡിഫറൻസസുകൾ ഉണ്ടായിരിക്കാം. അവരുടെ കാഴ്ചപ്പാട്, ഐഡിയാസ്, തോട്ട്സ്, ഫീലിങ്സ് ഒക്കെ വ്യത്യാസമായിരിക്കും. കാഴ്ചയിൽ മാത്രമാണ് ആ സിമിലാരിറ്റി തോന്നുന്നത്. അതായത് ചില കാര്യങ്ങളിൽ മനുഷ്യര് പരസ്പരം സാമ്യമുള്ളവരാണെങ്കിലും, പല കാര്യങ്ങളും സാമ്യമുള്ളത്. നമുക്ക് സന്തോഷവും സങ്കടമൊക്കെ എങ്ങനെയാണ്? ഏകദേശം എല്ലാവർക്കും വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഫീലിങ്സ് ആണ്, ദേഷ്യം, സങ്കടം, വാശി, അസൂയ തുടങ്ങിയ ഫീലിങ്സ് ഒക്കെ നമുക്ക് എല്ലാവരിലും ഉണ്ട്. പക്ഷെ എല്ലാവരിലും നിന്ന് പല തരത്തിലായിരിക്കും അനുഭവപ്പെടുന്നത്. സിമിലർ ആയിട്ടായിരിക്കില്ല അനുഭവപ്പെടുന്നത്, പല തരത്തിൽ കൈൻഡ് വേറെ ആയിരിക്കും. ഓക്കെ, പക്ഷെ എന്താണ്, പല കാര്യത്തിലും നമ്മൾ ഒരേപോലെയാണ് തോന്നുന്നതെങ്കിലും അവര് ഒരേപോലെയല്ല, പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അത് തന്നെയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് പ്രധാനമായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്? ഇൻഡിവിജ്വൽസ് ഡിഫർ ഇൻ ദർ ഇന്റലിജൻസിൽ വ്യത്യാസം വരും, ബുദ്ധിപരമായുള്ള വ്യത്യാസമുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് എന്താണ്? ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി, ഇൻട്രസ്റ്റ്, താല്പര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ആറ്റിറ്റ്യൂഡ് എന്താണ്? മനോഭാവം. ആപ്റ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡും രണ്ട് വാക്കാണ് കേട്ടോ, മാറിപ്പോകരുത്. ആപ്റ്റിറ്റ്യൂഡ് മീൻസ് അഭിരുചി, ആറ്റിറ്റ്യൂഡ് മീൻസ് മനോഭാവം. ഓക്കെ, ആൻഡ് അതർ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, മറ്റ് സ്വഭാവ സവിശേഷതകൾ. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ഓരോ വ്യക്തിയോടും മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന പ്രധാനപ്പെട്ട ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്ന് പറയുന്നത് ഇന്റലിജൻസിന്റെ ബേസിസിൽ അല്ലെ, ബുദ്ധിപരമായിട്ടുള്ള ബേസിസിൽ പല രീതിയിലും പലർക്കും പല ഇന്റലിജൻസ് കപ്പാസിറ്റി ആണുള്ളത് അല്ലെ. ലോ ഇന്റലിജൻസ് ഉള്ളവരുണ്ട്, ഹൈ ഇന്റലിജൻസ് ഉള്ളവരുണ്ട്, മീഡിയം വരുന്നവരുണ്ട്, ആവറേജ് വരുന്നുണ്ട്, എബവ് ആവറേജ് വരുന്നുണ്ട്. അങ്ങനെ പല കാറ്റഗറീസിൽ നമുക്ക് ഇന്റലിജൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ വ്യത്യസ്തതയുണ്ട്. എന്ത് ഇന്റലിജൻസിലാണ് നിങ്ങൾക്കുള്ളത്? ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ ഇന്റലിജൻസ് നമ്മൾ പലർക്കും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ പല കാര്യങ്ങളില്
ഇപ്പൊ നമുക്ക് ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ളവര്, ഇപ്പൊ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്റലിജൻസ് ഉള്ളവര് ആ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ വളരെ എന്താ പറയാ വളരെ സിമ്പിൾ ആയിട്ട് വെച്ചു നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്? മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആണ് കൂടുതൽ. അങ്ങനെ നമുക്കൊരു 9 ഇന്റലിജൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് പറയുന്നുള്ളൂ. 9 ഇന്റലിജൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇൻട്രാ ഇന്റലിജൻസ്, ഇന്റർ ഇന്റലിജൻസ്, ബോഡി കൈനസ്റ്റിക് ഇന്റലിജൻസ്. ഇതാണ് ബോഡി കൈനസ്റ്റിക് ഇന്റലിജൻസ് എന്ന് അറിയാമോ? നമ്മുടെ സ്പോർട്സ് കാര്യങ്ങളില്ലേ, സ്പോർട്സ് അത് ഫിസിക്കലി ഏബിൾ ആയിട്ടുള്ളവര്, ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏബിൾ ആയിട്ടുള്ളവര് ഏത് ഇന്റലിജൻസ് ഉള്ളവരാണ്? ബോഡി കൈനസ്റ്റിക് ഇന്റലിജൻസ് ഉള്ളവരാണ്. എന്താ ഫിസിക്കൽ, അതായത് നമ്മുടെ സ്പോർട്സ് താരങ്ങളൊക്കെ ഈ കാറ്റഗറി ഇന്റലിജൻസിൽ പെടുന്നവരാണ്. അതേപോലെ നമ്മുടെ ഈ കുരിച്ചിമാര്, സന്യാസിമാര്, അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികള്, ഇത്തരത്തിലുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാര്, അവർക്ക് ഏത് തരം ഇന്റലിജൻസ് ആണെന്ന് അറിയാമോ? ഏത് തരം ഇന്റലിജൻസ് ആണെന്ന് അറിയാമോ? നേച്ചർ ഇന്റലിജൻസ് ആണ്. നേച്ചർ ആയിട്ടുള്ള ഇന്റലിജൻസ് കപ്പാസിറ്റിയാണ് അവർക്കുള്ളത്. അതേപോലെ തന്നെ മ്യൂസിക് ഇന്റലിജൻസ്, എങ്ങനെയുള്ള പേഴ്സൺസിനായിരിക്കും മ്യൂസിക് ഇന്റലിജൻസ് വരുന്നത്? സിംഗേഴ്സ്. ആർട്ട് ഇന്റലിജൻസ്, മ്യൂസിക് ആൻഡ് ആർട്ട് ഇന്റലിജൻസ് ഒക്കെ നല്ല ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ കലാപരമായിട്ട് കഴിവുള്ളവർക്ക് അത്തരത്തിലുള്ള ഇന്റലിജൻസ് ആയിരിക്കും നമ്മുടെ ബുദ്ധി അതിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ളവരാണ് എന്താണ് പാട്ട് പാടാനായിട്ട് ഏറ്റവും കൂടുതൽ കഴിവുള്ളത്. നമ്മുടെ ഗാനഗന്ധർവ ചേച്ചിക്ക് എന്താണ് മ്യൂസിക്കൽ ഇന്റലിജൻസ് കൂടുതലുള്ളവരാണ്, ഏറ്റവും കൂടുതലുള്ളവരായിരിക്കും അല്ലെ, ഏറ്റവും ജീനിയസ് ആയിരിക്കും മ്യൂസിക്കൽ ഇന്റലിജൻസ്, ഏറ്റവും ടോപ്പിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അല്ലെ ഗാനഗന്ധർവനായത്. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ഇന്റലിജൻസ് കാറ്റഗറിയാണ് ഇതാണ് ഇൻട്രാ ഉണ്ട്, ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ്. ഇന്റർ ഉണ്ട്, ഇൻട്രാ പേഴ്സണൽ ഉണ്ട്. ഇൻട്രാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്. ഇൻട്രാ മീൻസ് എവിടെയാണ്? ഇന്റർ എന്ന് വെച്ചാൽ എന്താ? ഇൻട്രായും ഇന്ററിനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇന്റർ അല്ല, ഇൻട്രാ. ഇന്റർ എന്ന് പറയുമ്പോൾ അകത്തുള്ള ഇന്റർ എന്നുള്ള പുറത്തുള്ളതാണോ മാം? അകത്തും പറഞ്ഞേ. അകത്തും പുറത്താണോ മാം? ക്ലാസ് രണ്ട് രീതിയിലുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് ചിലർ ഇപ്പൊ ഉള്ളില് ഇന്റർ ആയിട്ടുള്ള ഇന്റലിജൻസ് ഉള്ളവർക്ക് മറ്റുള്ള പേഴ്സണാലിറ്റിയില് നമ്മൾ ഈ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് കൊടുക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ ലഭിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഒരുപാട് ടോക്കറ്റീവ് ആയിട്ട് സംസാരിക്കുന്നവരെ, അല്ലെങ്കിൽ നമുക്ക് ഗൈഡൻസ് ചെയ്ത് മറ്റുള്ളവരുടെ ഫീലിംഗ് മനസ്സിലാക്കി നമുക്ക് തിരിച്ചത് റിപ്ലൈ കൊടുക്കാൻ പറ്റും. അപ്പൊ എന്താണ്? അപ്പൊ മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നത്, മറ്റൊരാൾ നമ്മളെ പോലെ തന്നെയാണെന്ന് മനസ്സിലാക്കി നമുക്ക് ആൾക്ക് പറ്റുന്ന തരത്തിലുള്ള കോൺഫിഡൻസ് കൊടുക്കാൻ അല്ലെങ്കിൽ ഗൈഡൻസ് കൊടുക്കാനും കൗൺസിലിംഗ് കൊടുക്കാനൊക്കെ പറ്റുന്നതാണ് ഇന്റർ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. മറ്റത് എന്താണ്? ഇൻട്രാ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ പേഴ്സണാലിറ്റി മാത്രമേ, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഒന്നുമില്ല. അത്തരത്തിലുള്ള ഇന്റലിജൻസ് ഉള്ള ആൾക്കാർ. ഇത് നമ്മുടെ ഈ ഇൻട്രോവേർട്സുകൾ കണ്ടിട്ടില്ലേ? ഇൻട്രോവേർട്ട് ആരാണ്? ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒറ്റപ്പെട്ട് സ്വന്തം കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ്. അവർക്കൊക്കെ ഇൻട്രാ പേഴ്സണാലിറ്റി ഇന്റലിജൻസ് ആയിരിക്കും. അതായത് സ്വന്തം കാര്യങ്ങൾ മാത്രം, മറ്റു ഫീലിങ്സുകളിലേക്കും അവര് അത്ര ഇന്റലിജൻസ് അവർക്കുള്ളൂ. അതിനനുസരിച്ച് മാത്രമാണ് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങളിൽ മാത്രം അവര് ഇടപെടുന്നുള്ളത്. അതൊരു തെറ്റല്ല. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളൊന്നും ആലോചിച്ച് നോക്കിയപ്പോ പലതരത്തിൽ ഇന്റലിജൻസിന്റെ ബേസിസിൽ നമ്മൾക്ക് പലതരത്തിൽ ബുദ്ധിപരമായിട്ട് നമ്മൾക്ക് ഡിഫറൻസസ് ഓരോരുത്തർക്കും ഉണ്ട്. ഓക്കെ, യെസ്. ആർട്ട് ഇന്റലിജൻസ് ഉള്ളവരാണ് എന്ത് ചെയ്യുന്നത്? ആർട്ട് ഇന്റലിജൻസ് ഉള്ളവര് ART, ആർട്ട്. അങ്ങനെയുള്ളവർ എങ്ങനെയായിരിക്കും ആർട്ട് ഇന്റലിജൻസ് ഉള്ളവര്? ചിത്രം വരെ മാത്രമാണോ? കലാപരമായിട്ടുള്ള കഴിവുള്ളവർ. എനിക്ക് ആർട്ട് ഇന്റലിജൻസ് കൂടുതലാണ്. ശില്പങ്ങൾ ഉണ്ടാക്കില്ലേ? ആർട്ട് ആ ആർട്ടല്ലല്ലോ ഉദ്ദേശിച്ചത്. അതെല്ലാം പറയാം, എല്ലാം പറയാം.
വരക്കാൻ പറയാം, ആർട്ട് കലാപരമായിട്ട് എല്ലാ കഴിവുകളും, ഡാൻസ് ആയിക്കോട്ടെ, പാട്ടിന് മാത്രം വ്യത്യാസമുണ്ട്. മ്യൂസിക്കൽ ഇന്റലിജൻസ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന രീതിയിൽ നമ്മളെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ആർട്ട് ഇന്റലിജൻസ് നമുക്ക് എല്ലാം ഉൾപ്പെടുത്താം. ഓക്കെ, യെസ്. അപ്പൊ ഇന്റലിജൻസിന്റെ ബേസിസിൽ നമ്മളുടെ വ്യക്തി വ്യത്യാസങ്ങളുണ്ട്. പിന്നെന്താണ് ആപ്റ്റിറ്റ്യൂഡ്. പലർക്കും പല അഭിരുചികളായിരിക്കും അല്ലെ, പല ടേസ്റ്റ് ആയിരിക്കും. ഇന്ന് പല ചിന്തകളും പല രീതിയിലാണ് നമ്മൾ പല കാര്യത്തിനെ വ്യാഖ്യാനിക്കുന്നത്, പല രീതിയിലുള്ള തോട്ട്സുകളാണ്. ഒരാൾ ചിന്തിക്കുന്നത് പോലെയല്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല തമ്മനെ ചിന്തിക്കുന്നത്. ഇപ്പൊ ഞാൻ ചിന്തിക്കാത്ത കാര്യം തമ്മന എന്നോട് തിരിച്ചു പറഞ്ഞിരിക്കും. തമ്മനെ ചിന്തിക്കുന്നതിന്റെ വ്യത്യാസമുണ്ട്, തമ്മനയുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസമാണ്. അതേപോലെ തമ്മനെ സംസാരിക്കും അല്ലെ. നമ്മളുടെ ഉള്ളിൽ എങ്ങനെയാണോ ഫീലിങ്സ് വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മള് റിയാക്ട് ചെയ്യും. ഇനി ഇൻട്രസ്റ്റുകൾ, നിങ്ങളുടെ താല്പര്യങ്ങൾ എല്ലാവരും ഒരേപോലെയാണോ? ഇൻട്രസ്റ്റുകള് ഇനി ഉണ്ടാകുന്നതിന് തീർച്ചയായിട്ടും ഉണ്ടാതിരിക്കുന്നതാണ്. ഇല്ല മാം. എന്താണ് മാം? തമന്റെ ക്ലാസ്സിലാണോ സ്കൂളിലാണോ? അതെ മാം, സ്കൂളിലെ. ഓക്കെ, സോ എനിക്ക് സ്കൂളിലാണ്, ഇടയിലാണല്ലേ ബിസി ടീച്ചേഴ്സ് ആയി. സൈക്കോളജി ഇത് പിന്നെ നോക്കുമ്പോ ഒന്നും മനസ്സിലാവില്ല. മോക്ക് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് തന്നെ ജഗബുഗിയായിട്ട് ഇരിക്കുകയാണ്. കൺഫ്യൂഷൻ ഒക്കെ വന്നു. ഇനി ഡിഫൻസ് വേക്കൻസിനെ കുറിച്ച് വന്നോ? ഇല്ലല്ലോ, വന്നിട്ടില്ലല്ലോ. ഇല്ല, നോട്ടിട്ടില്ല മാം. നോട്ട് വരും. നോട്ട് വരുമ്പോ ടീച്ചറെ എന്താണ് ടീച്ചർ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എന്നോട് ചോദിക്കാൻ നിൽക്കരുത് കേട്ടാ. അതങ്ങനെയാണ്, അങ്ങനെ ഇടാൻ പറ്റും. ഇതിലും സിമ്പിൾ ആക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, നിങ്ങൾ ഇച്ചിരി പേടിക്കേണ്ട ഒരു ഭാഗമാണ് ഡിഫൻസ് വെക്കാൻ. ചിലപ്പോ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും, ഈ പറയുന്ന പോലെ ഒന്നല്ല. നിങ്ങൾ നല്ല പുലികളല്ലേ. പറയുമ്പോ മാം പഠിപ്പിക്കുമ്പോ നമുക്കത് സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ അതിങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി ഒത്തിരി ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പഠിക്കുമ്പോ നമ്മൾ പഠിപ്പിക്കുന്ന എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലേ പഠിപ്പിക്കുള്ളൂ. പക്ഷെ എനിക്ക് കണ്ടന്റ് ഉണ്ടാവില്ല. പക്ഷെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ എക്സാമ്പിൾസ് പറയുന്നത് പോലെ ക്വസ്റ്റ്യൻ ഇടാൻ പറ്റുമോ? ഇല്ല, അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, അതിനനുസരിച്ച് മാത്രം നമുക്ക് ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് കണക്ട് ചെയ്ത് ആലോചിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. വായിക്കുമ്പോ നല്ല കൺഫ്യൂസിങ് ആവുന്നുണ്ട്. ഒരു സ്നേഹയോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് കുറെ നേരം ബ്രദറിനോട് എന്തോ, അപ്പൊ നമുക്കത് പെട്ടെന്ന് അതൊരു വേറെ ഇതായിട്ടേ തോന്നുള്ളൂ എത്ര വായിച്ചാലും. അങ്ങനെയൊക്കെ കുറെ തെറ്റ്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ അയക്കാൻ വിട്ടുപോയി. അതെവിടെ പോയി? ഡിഫൻസ് മെക്കാനിസം. സാറ ഫീൽസ് അൺകംഫർട്ടബിൾ ഇൻ ഫ്ലൈയിങ് ബട്ട് ട്രൈസ് ടു കൺവിൻസ്. അത് ആൻസർ ഞാൻ വിചാരിച്ചു, പെട്ടെന്ന് ഞാൻ സിമ്പതി എഴുതിയത്, അത് പ്രൊജക്ഷൻ ആയിരുന്നു. അതെ, കാരണം അതൊരു അൺകംഫർട്ടബിൾ വന്നപ്പോ ഞാൻ വിചാരിച്ചു സിമ്പതി പിടിച്ചു പറ്റാൻ നോക്കിയിട്ട് ബ്രദറിനോട് അങ്ങനെയാ ചിന്തിച്ചപ്പോ. അതാഹത്തിന്റെ ഡിഫിക്കൽറ്റി മെക്കാനിസത്തിന്റെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത അതാണ്. നമുക്ക് അതാണെന്ന് തോന്നും. ഈ ഡിഫൻസ് മെക്കാനിസം അല്ലേ, ഒരു കൺഫ്യൂഷൻ വന്നില്ല നിങ്ങൾക്ക്? വന്നു. അതെ, എല്ലാം ഒരേപോലെ കറക്റ്റ് ആണ്. അപ്പൊ സപ്ലിമേഷൻ ആണോ റിഗ്രഷൻ ആണോ റിപ്രഷൻ ആണോ എന്നുള്ളത് നമ്മൾ തപ്പും കിടന്ന്. എന്തുകൊണ്ടാണ് തപ്പണത്? അത് അങ്ങനെ തപ്പി കണ്ടുപിടിക്കേണ്ട ആൻസേഴ്സ് ആണ്. നമുക്ക് ചിന്തിക്കണം അതെപ്പോഴാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ, ഏത് ഡിഫൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ തന്നെ നമ്മളാണ് സിറ്റുവേഷൻസ് നിൽക്കുകയെന്ന് വിചാരിക്കാം, അപ്പൊ ആൻസർ കിട്ടും. അത് ആ ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്യേണ്ടത്. ഏതെങ്കിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ടീച്ചർ ഇട്ടുതരാം ഡിഫൻസ് മെക്കാനിസത്തിന്റെ. എക്സാമ്പിൾ അൺകംഫർട്ടബിൾ ഇൻ ഫ്ലൈയിങ് അതുപോലെ ഇങ്ങനെ അടഞ്ഞിരിക്കും കുറച്ച് ദിവസങ്ങളായിട്ട്. പുറത്തോട്ട് വന്നിരുന്നിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോ കേട്ടോ. ഫാന്റസിയുടെ ഒക്കെ ക്വസ്റ്റ്യൻ കേട്ടോ, ഫാന്റസി പെട്ടെന്ന് ക്ലിക്ക് ആവും. ഫാന്റസിയുടെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ല, എല്ലാവരും അത് മാത്രം തെറ്റിക്കില്ല, ബാക്കിയൊക്കെ തെറ്റിച്ചത്. സിമ്പതി കിട്ടും. അതേപോലെ സിമ്പതി പ്രൊജക്ഷനും ഫാന്റസിയും വലിയ പ്രശ്നമാണ്. അതുപോലെയല്ലേ നെഗറ്റീവ്സും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങള് പഠിക്കാൻ പറ്റുന്ന പിള്ളേരല്ലേ, ഇത് കിട്ടും. അപ്പൊ മനഃപൂർവ്വം ഇടുന്ന അങ്ങനെയാണ്. പക്ഷെ
കണക്കൂട്ട് തന്നെന്ന് വിചാരിക്കുന്നത് അതല്ല അതങ്ങനെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റും പിള്ളേരെ എന്ന് പറയുന്ന മോട്ടിവേഷൻ ഉണ്ടല്ലോ ഭയങ്കര എല്ലാവരുടെയും കയ്യിലുള്ളത്. നിങ്ങൾക്ക് പറ്റും, അല്ലാണ്ടിരിക്കില്ല. ആലോചിക്ക്, ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും. പിന്നെ ഞാനിങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ഇട്ട് നോക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ നോക്ക്, അങ്ങനെ ചെയ്ത് നോക്ക്, എളുപ്പമായിരിക്കും. അങ്ങനെ പല വിദ്യകളൊക്കെ പഠിക്കുക, പഠിച്ച് ടീച്ചർമാരാവാൻ പോണില്ല, അതൊക്കെ പഠിക്കണം, ശരിയായിരിക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഇൻട്രസ്റ്റിലെ വ്യത്യാസമുണ്ട്. ആറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ് എന്താണ്? ആറ്റിറ്റ്യൂഡ് ഭാവം. നമുക്ക് വ്യത്യസ്ത മനോഭാവങ്ങൾ എപ്പോഴൊക്കെയാണ് വരുന്നത്? സിറ്റുവേഷൻ ബേസ്ഡ് ആണ് അല്ലെ? നമുക്ക് മനോഭാവങ്ങൾ വരുന്നത് സിറ്റുവേഷൻ ബേസ്ഡ് ആണ്. ഹാപ്പി ആയിട്ടിരിക്കുമ്പോ ഏതൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ കാണിക്കുന്നത്? ഹാപ്പി ആയിട്ടിരിക്കുമ്പോ അതിൽ തന്നെ ഉത്തരവുണ്ട് അല്ലെ? അതിൽ തന്നെ ഉത്തരവുണ്ട് ചോദ്യത്തിൽ തന്നെ. എങ്ങനെയായിരിക്കും? ഹാപ്പി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആണ് അല്ലെ? നമ്മൾ വളരെ പ്ലസന്റ് ആണ്, ഫീൽ ഫ്രീ ആണ്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഏറ്റവും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അല്ലെ? ഓക്കെ, യെസ്. അപ്പൊ അതും പലർക്കും പല രീതിയിലാണ്. ചിലപ്പോ ഏറ്റവും സങ്കടമുള്ള ഘട്ടങ്ങളിൽ ചിരിക്കുന്നവരുണ്ട് അല്ലെ? ഏറ്റവും സങ്കടമുള്ള സിറ്റുവേഷൻ ചിരിച്ച് കൈകാര്യം ചെയ്യുന്നവരുണ്ട്. മറിച്ച് ഏറ്റവും സിമ്പിൾ സിറ്റുവേഷൻ ഏറ്റവും കരഞ്ഞ് കൈകാര്യം ചെയ്യുന്നവരുണ്ട്. പല തരത്തിലുള്ള ആൾക്കാരുണ്ട് അല്ലെ? അപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു മേഖലയാണ്. അതായത് നമുക്ക് ഒരിക്കലും ഇതിനൊരു ഡെഫിനിഷൻ പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും വ്യത്യസ്തമാണ്. പല ആസ്പെക്ട്സ്, മനുഷ്യന് പല സവിശേഷതകളുണ്ട്, പല സവിശേഷതകൾ പല തരത്തിലാണ്. സിമിലർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ നമുക്ക്? സിമിലർ ആയിട്ട് നമ്മൾ ഇമോഷൻസ് സിമിലർ ആണെന്ന് വേണ്ടി പറയാം, പക്ഷെ വേരിയേഷൻസ് ഉണ്ട്. സങ്കടവും സന്തോഷവും എല്ലാവർക്കും ഉണ്ടെങ്കിലും അളവിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ? കുറച്ച് ചിരിക്കുന്നവരുണ്ടാവും, കൂടുതൽ ചിരിക്കുന്നവരുണ്ടാവും, അമിതമായിട്ട് സന്തോഷിക്കാത്തവരുണ്ടാവും, അമിതമായി സന്തോഷിക്കുന്നവരുണ്ടാവും, പെട്ടെന്ന് ദേഷ്യം കയറുന്നവരുണ്ടാവും, പക്ഷെ ദേഷ്യം കയറാത്തവരുണ്ടാവും. ഒക്കെ ഒരു പോസിറ്റീവ് മൈൻഡിൽ പോകുന്നവരുണ്ടാവും. അങ്ങനെ പല ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം അഭിനയിക്കുന്നവരും ഉണ്ട്. അമ്പിളി അടുത്തത് ഉള്ളതാ. അമ്പിളിയുടെ പേടിയൊക്കെ മാറിയോ? കുഴപ്പമില്ല, അങ്ങനെ പേടി നമുക്ക് പോവില്ല. നമ്മുടെ കുഞ്ഞിലെയും ഞാൻ അമ്മമാരുടെ അടുത്തുനിന്നും വല്യപ്പന്മാരുടെ അടുത്തുനിന്നൊക്കെ ഇങ്ങനെ കഥകൾ കേൾക്കുമല്ലോ, അങ്ങനെ ആ ഒരു പേടിയുണ്ട്. അങ്ങനെയുള്ള ഒരു പേടിയുള്ളൂ. ഈ കഥകൾ പറഞ്ഞ് പേടിപ്പിക്കുമല്ലോ, നമ്മളിങ്ങനെ കേൾക്കാനായിട്ട്. സിനിമയിൽ പറഞ്ഞ പോലെ കഥകൾ കേട്ടുകൊള്ളുന്ന മനസ്സാണ് പുള്ളിയുടേത്. അത് പക്ഷേ പല കാര്യങ്ങളും ഫേസ് ചെയ്ത് മാറുമല്ലോ, ക്യാരക്ടർ മാറുമല്ലോ. ഒരു 35 വയസ്സ് വരെയൊക്കെ ടെൻഷൻ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെയായിരുന്നു. ഇപ്പൊ ഫേസ് ചെയ്യുന്നതാണോ എന്നൊന്നും മനസ്സിലോട് ചോദിക്കും. അങ്ങനെയുണ്ട്, വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രധാന ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇന്റലിജൻസ്, ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ആണ്. അതർ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, മറ്റ് സ്വഭാവ സവിശേഷതകൾ കൂടി നമുക്ക്. These disparities between individuals that separate them from one another and make one as distinctive individuals oneself are termed as individual difference. അപ്പൊ നമ്മളെ ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഈ ഡിസ്പാരിറ്റീസ് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഈ വ്യത്യസ്തതകളാണ്. ആറ്റിറ്റ്യൂഡിലുള്ള ചേഞ്ചസ്, ഇന്റലിജൻസിലുള്ള ചേഞ്ചസ്, അതർ ഇൻട്രസ്റ്റിലുള്ള ആറ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റിയിലൊക്കെ ഉണ്ടാവുന്ന ഈ ഒരു ചേഞ്ചസിനെയാണ് നമ്മൾ ഒരാളിൽ നിന്ന് മറ്റൊരാളെ വ്യത്യസ്തമാക്കുന്നത്. എന്താണ്? അയാളുടെ സ്വഭാവം അല്ലെങ്കിൽ അയാളുടെ നേച്ചർ ആണെന്ന് നമ്മൾ പറയുന്നത്. അത് തന്നെയാണ് എന്താ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണോ അതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്, നമ്മളെ പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. അതൊരു റിയൽ ഫാക്ട് ആണ് അല്ലെ? എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങളെ പോലെ നിങ്ങളേ ഉള്ളൂ. നമ്മളെ പോലെ എന്നെ പോലെയാണെന്ന് നമ്മൾ പറയുമെങ്കിലും പക്ഷെ അവരിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഓക്കെ, ആരും ഒരേപോലെയല്ല. കാഴ്ചയിൽ ചിലപ്പോൾ സിമിലാരിറ്റി തോന്നിയേക്കാം, പക്ഷെ നമ്മളില് വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, യെസ്. ഇതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലായോ? പോയോ? യെസ്. ഇനി നമുക്ക് നോക്കാം നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസിന് ഒരു നേച്ചർ വരുന്നുണ്ട്.
അതായത് the nature of individual differences can be briefed as follows. ഇതൊന്ന് കുറച്ചുകൂടി ശ്രദ്ധിച്ചിരിക്കണം. ഇച്ചിരി മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അവിടെ PDF കാണാൻ പറ്റുന്നുണ്ടോ അവർക്ക്? കാണാമോ? ഓക്കെ. ഫസ്റ്റ് നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ വൺ ഓഫ് ഡിഗ്രി, നോട്ട് വൺ ഓഫ് കൈൻഡ്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ വൺ ഓഫ് ഡിഗ്രി, നോട്ട് വൺ ഓഫ് കൈൻഡ്. പറഞ്ഞു തരാം. എന്താണ്? നമുക്ക് എല്ലാവർക്കും ഒരേ സ്വഭാവങ്ങളുണ്ട് അല്ലെ? അതായത് നമ്മുടെ സ്വഭാവത്തിന്റെ അളവ് ഒന്നാണ്, ഡിഗ്രി ഒന്നാണ് അല്ലെ? അതായത് നമ്മള് അളവ് ഒന്നാണ്, പക്ഷേ നോട്ട് വൺ ഓഫ് കൈൻഡ്. എന്താണ് വൺ ഓഫ് കൈൻഡ് എന്ന് പറഞ്ഞാൽ? തരത്തില് വ്യത്യാസമാണ്. എല്ലാവർക്കും ഒരേ ഇമോഷൻസ് ഉണ്ട്, സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് അല്ലെ? ഡിഗ്രി ഒരേ അളവിലാണ് ഇതെല്ലാം. പക്ഷെ കൈൻഡ് അതിന് തരം വ്യത്യാസമാണ്, പല തരത്തിലാണെന്ന് മാത്രം. അതായത് ഒരാള് ചെറിയൊരു തമാശ കേട്ട പൊട്ടിച്ചിരിക്കുന്നവരുണ്ടോ അല്ലെ? ചെറിയൊരു തമാശ കേട്ട് പൊട്ടിച്ചിരിക്കും. സെയിം മറ്റൊരു വ്യക്തി ഈ സെയിം തമാശ എന്താണ് കേട്ടിട്ട് ജസ്റ്റ് ചിരിക്കും, ജസ്റ്റ് ഒരു ചിരിക്കും. അലറി കരയുന്നവരുണ്ട്, അടക്കി കരയുന്നവരുണ്ട്, ഇതുമ്പി കരയുന്നവരുണ്ട്. പല തരത്തിലാണ്. അത് ഇമോഷനാണ് അല്ലെ? സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. അത് രണ്ട് ഇമോഷൻസ് രണ്ട് രീതിയിൽ കൈകാര്യം ചെയ്യും. ഉണ്ടാവും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇമോഷൻ ഉണ്ട്. അതിന്റെ അളവിൽ ഒന്നാണ്, പക്ഷെ തരം വ്യത്യാസമല്ലേ? ഒരാൾ കരയുന്നത് ചെറിയ രീതി കരയുന്നു, വലിയ രീതി കരയുന്നു, ഉറക്കെ കരയുന്നു, അലറി കരയുന്നു. അപ്പൊ എന്താണ്? തരം വ്യത്യാസം ഒന്നും ഉണ്ടാവും. മനസ്സിലായോ? മനസ്സിലായി മാം. മനസ്സിലായില്ല എന്നാണെങ്കിൽ പറയാം. മനസ്സിലായി മാം, മനസ്സിലായി. ആരും പേടിക്കണ്ട. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആർ വൺ ഓഫ് ഡിഗ്രി ആൻഡ് നോട്ട് വൺ ഓഫ് കൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിളിയിട്ടില്ല. ആ, അതായത് നമ്മുടെ അളവ്, ഇമോഷൻസിന്റെ അളവ് ഒരേപോലെ ആയിരിക്കും, പക്ഷെ അതിന് തരം വ്യത്യാസമായിരിക്കും, വ്യത്യസ്തത. അതിനാണ് എക്സാമ്പിൾ ടീച്ചർ പറഞ്ഞത്, ഒരാൾക്ക് പല രീതിയിൽ ചിരിക്കാൻ കഴിയും, പല രീതിയിൽ കരയാൻ കഴിയും. പല വ്യക്തികൾ, ഇപ്പൊ ഞാൻ കരയും പക്ഷെ ശബ്ദം ഉണ്ടാവില്ല, കരയും ശബ്ദം വരില്ല. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ശബ്ദം വരില്ല. പക്ഷെ ഇപ്പൊ വേറൊരു ടീച്ചർ ആണെങ്കിലും ടീച്ചർ പക്ഷെ ഉറക്കെ കരയുള്ളൂ. കരയാണ്, ഒരേ ഇമോഷനാണ് അവിടെ പോകുന്നത്, ഒരേ അളവിലുള്ള ഇമോഷനാണ് പോകുന്നത്, പക്ഷെ കുറച്ച് കൂടുതൽ തന്നെ തരം വ്യത്യാസം വന്നു. ടീച്ചർ കുറച്ചുകൂടെ ഉറക്കെ കരയാണ്, മറ്റൊരു ടീച്ചർ അലറി കരയാണ്. അപ്പൊ അവിടെ വേരിയേഷൻസ് ഉണ്ടോ? നമ്മുടെ ഇമോഷൻസ് ഒരേപോലെ പോകുന്നുണ്ടെങ്കിലും അവിടെ തരം വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ. ഞങ്ങള് ഭയങ്കര ഒറ്റച്ചിരിക്കും, പൊട്ടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കും. ഭയങ്കര ശബ്ദങ്ങളൊക്കെയാണ് ഞങ്ങൾ ചിരിക്കുന്നത്, ഞങ്ങള് ടേബിളിലുള്ളവര്. പക്ഷെ അപ്പുറത്തിരിക്കുന്ന ടേബിള് അത് ചിരിച്ചാൽ പോലും നമുക്ക് അറിയില്ല. അപ്പൊ എന്താണ്? അവിടെ ഒരേ ഇമോഷൻസിൽ വ്യത്യാസം ഉണ്ടാക്കാം. അപ്പൊ അതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ വൺ ഓഫ് ഡിഗ്രി ആൻഡ് നോട്ട് വൺ ഓഫ് കൈൻഡ്. അതായത് അളവിൽ വ്യത്യാസം, ഡിഗ്രിയിൽ ഒന്നാണെങ്കിലും അതിന്റെ തരത്തിൽ അത് വ്യത്യാസമായിരിക്കും. ഓക്കെ. ഇനി ഒരു എക്സ്പ്ലനേഷൻ വരുമ്പോൾ മനസ്സിലാകും. നോക്കൂ. All persons do have common human traits. നമുക്ക് എല്ലാവർക്കും പലരും വ്യത്യസ്തരാണെങ്കിലും നമുക്ക് കോമൺ ആയിട്ടുള്ള കുറെ സവിശേഷതകൾ നമുക്കുണ്ട് അല്ലെ? എന്തൊക്കെയാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള സവിശേഷതകള്? ഹ്യൂമന്റെ എല്ലാരും ചിരിക്കും, എല്ലാരും കരയും, എല്ലാരും ദേഷ്യപ്പെടും, ഇങ്ങനെ തമാശ പറയും. അതൊന്ന് ആലോചിച്ച് നോക്കട്ടെ ഒരു മിനിറ്റ്. ഇന്ന് എനിക്ക് നിങ്ങളുടെ പീരിയഡ്സ് കൂടെ കാണാൻ പറ്റുന്നില്ല. ഒരു സെക്കൻഡ്. ട്രൈബ്സ് മീനിങ് സവിശേഷതകളാണോടാ? സ്വഭാവവിശേഷങ്ങളാണ്. എന്താടാ? സ്വഭാവ മാറ്റങ്ങളല്ലേ, സ്വഭാവ സവിശേഷതകളാണെന്ന് തോന്നുന്നു. ട്രേറ്റ്സ്. അതെ അതെ അതെ, സ്വഭാവങ്ങൾ, ഹ്യൂമന്റെ സ്വഭാവങ്ങൾ, ട്രേറ്റ്സ്.
ഓക്കെ, സ്ക്രീൻ കാണാലോ അല്ലെ? ഓക്കെ. മാം. All persons to have common human traits. എല്ലാവർക്കും എന്താണ് ഒരേപോലെ സ്വഭാവ സവിശേഷതകളുണ്ട്. Traits means സവിശേഷതകൾ. But amount and properties of such traits differ from person that leads to uniqueness of personality and behavior. ഇപ്പൊ ടീച്ചർ പറഞ്ഞ സെയിം കാര്യം എല്ലാവർക്കും കോമൺ ആയിട്ട് ഇപ്പൊ സന്തോഷം അതേപോലെ സങ്കടവും നമുക്ക് ഒരേ ഹ്യൂമൻ ആയിട്ടുള്ള ഒരു സവിശേഷതയാണ്. പക്ഷെ നമ്മളത് പല തരത്തിലാണ് കാണിക്കുക, അതിന്റെ അളവിൽ വ്യത്യാസമുണ്ട് അല്ലെ? എമൗണ്ട് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സച്ച് ട്രെയ്റ്റ് ഡിഫർ ഫ്രം വൺ പേഴ്സൺ. ഒരാൾ ചിരിക്കുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഒരാൾ ചിരിക്കുന്നതിന്റെ എമൗണ്ട് വ്യത്യാസം ഉണ്ടോ? മീൻസ് അതിനൊരു അളവുണ്ട്, ചിരിക്കുന്നതിന് ഹാപ്പിനെസ്സിനൊക്കെ ഒരു അളവുണ്ട്. ഓക്കെ, അതിൽ വ്യത്യാസം ഉണ്ടോ? പിന്നെ ചിലവർ കരയുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എണ്ണി പറഞ്ഞു കരയും. അതായത് കാര്യകാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മരണ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കരച്ചിൽ കണ്ടിട്ടില്ലേ? കാര്യകാരണങ്ങളൊക്കെ പറയും അല്ലെ? അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഉറക്കെ കരയുന്നവരുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ അവിടുത്തെ ഇമോഷന്റെ എമൗണ്ട് കൂടുതലാണ് അല്ലെ? ആ അളവ് കൂടുതലാണ്. ആ ഒരു ഇമോഷൻ ഒരേപോലെ ആണെങ്കിൽ പക്ഷെ അപ്പുറത്ത് തൊട്ടടുത്തിരിക്കുന്ന ചേച്ചി മിണ്ടാതെ കരയുന്നുണ്ടാവും. യെസ്, അവിടെ അളവ് കുറവാണ്, ഇമോഷന്റെ അളവ് കുറവാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇൻഡിവിജ്വൽ ട്രേറ്റ്സിന് വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ കേട്ടോ, അതാണ് ഇങ്ങനെ പറയുന്നത്. ഇത് മനസ്സിലാക്കിയോണ്ട് നമ്മളൊരു മരണ വീട്ടിൽ പോയി നമ്മൾ അവരെ ഇങ്ങനെ ജഡ്ജ് ചെയ്യില്ലേ? നമുക്ക് ചിരി വരുമോ? ഇനിയിപ്പോ നിങ്ങളത് നോട്ട് ചെയ്യും. ഇപ്പൊ കുട്ടിക്ക് നിങ്ങളുടെ കൊച്ചു കരയുമ്പോ നിങ്ങൾ ആലോചിച്ചോ, ഇവൻ ഏത് അളവിൽ കരയുന്നുണ്ട്, അതിന്റെ എമൗണ്ട് കൂടുതലാണ്. അപ്പൊ പറയാം, നീ എമൗണ്ട് കുറച്ചാണോ മോനെ കരഞ്ഞത്? കൊച്ചു ചോദിക്കാൻ പറ്റി പ്രാന്താണോ അത്? കൊച്ചിനറിയില്ല കേട്ടാ, ഇതൊക്കെ പോയി പറഞ്ഞേക്കല്ലേ. പിള്ളേരല്ലെങ്കിലും പറയാം മോണ്ടിസോറി തുടങ്ങിയതിന് അമ്മയ്ക്ക് വ്യത്യാസമായില്ല. ആണോ പറയുന്നുണ്ടാ? ധാരാളം. എങ്ങനെയുള്ള നിങ്ങളെ കുട്ടികളായിട്ട് ടീച്ചറെ ഒരു ചോദ്യം ചോദിക്കട്ടെ, കുട്ടി നിങ്ങളുടെ മക്കളായിട്ട് നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നിടയിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ഒരുപാട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഹസ്ബൻഡിനോട് ഭയങ്കര സ്നേഹമായി. ഞാൻ ദേഷ്യപ്പെട്ടാലും കാരണം പറഞ്ഞിട്ട് ഇന്ന കാരണം കൊണ്ട് എനിക്ക് ദേഷ്യം വരണേ പറയും. അപ്പൊ അത്തരം കാര്യങ്ങൾ അവർ ഒഴിവാക്കും. അപ്പൊ കുറെ പ്രശ്നങ്ങൾ പറയും. ഞാൻ ചോദിക്കട്ടെ, വേറൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സ്റ്റാൻഡേർഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക്? ഒരു സ്റ്റാൻഡേർഡ്, അണ്ടർസ്റ്റാൻഡിങ് പഴയതുണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് ഉദ്ദേശിക്കുന്ന ഒരിക്കലും ഒരു വേറെ രീതിയിലല്ല പറയുന്നത് ടീച്ചർ കേട്ടോ. അതായത് നമ്മുടെ പേഴ്സണലി നിങ്ങൾക്ക് കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. സംസാരത്തിലായാലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും കുറെ വ്യത്യാസം വന്നിട്ടുണ്ടാവും. നല്ല ഡിഫറൻസ് ചെയ്തു കൊടുക്കുമായിരുന്നു. മക്കൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. ഇപ്പൊ അവരുടെ കാര്യങ്ങൾ ഇപ്രാവശ്യം മോന്റെ സ്കൂളിലേക്ക് ബുക്കും യൂണിഫോം ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോ സംസാരിക്കാനായിട്ട് ടീച്ചേഴ്സ് ഒക്കെ ചോദിച്ചു മാം വർക്ക് ചെയ്യണ്ടോന്ന്. അപ്പൊ അതായത് നമ്മളുടെ സംസാര രീതി തന്നെ ഡിഫറൻസ് വന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല കാര്യല്ലേ? നിങ്ങൾക്ക് തന്നെ തോന്നിത്തോന്നിയില്ല? അതെന്നെ ഏറ്റവും നല്ല റിസൾട്ടാണ്. ഫിസിക്കലി മെന്റലി ടീച്ചറായി മാം. മനസ്സിലായി. അവന്റെ അടിപൊളിയായിട്ട് മുടിയൊക്കെ വെട്ടി നല്ല സെറ്റായി. മുടി വെട്ടണമെന്നൊക്കെ ആഗ്രഹമുള്ളവര് ഇപ്പോഴൊക്കെ അതൊക്കെ ചെയ്തോളൂ. ഇതിപ്പോ ആർക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണ്? മുടി വെട്ടണമെങ്കിൽ വെട്ടു, ഒക്കെ കൊടുക്കണോ, കിട്ടൻ കിട്ടണോ, എന്ത് വേണമെങ്കിലും ചെയ്യും. പൈസ ഒക്കെ കൂട്ടി വെച്ച് പതിയെ പതിയെ ചെയ്യും. സമയമുണ്ട്. ഇനി എപ്പോഴാണ് ഇതൊക്കെ നമ്മൾ നിൽക്കുന്നത്? നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങി, കുറെയൊക്കെ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. നിങ്ങൾ കുറെ പേര് കുട്ടികൾക്ക് ഹസ്ബൻഡിനൊക്കെ വേണ്ടി ഒരിക്കലും അതൊരു തെറ്റായിട്ട് പറയുന്നില്ല. പക്ഷെ നമ്മളെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മളെയാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അവരൊക്കെ ഒരു സമയം കഴിഞ്ഞ് നമ്മുടെ അടുത്ത് പോകും. കുട്ടികളായാലും ഹസ്ബൻഡ് എപ്പോഴും ഉണ്ടാവും എന്ന് വിചാരിക്കാം അല്ലേ? ഓക്കെ, യെസ്. സമയം നമുക്ക് സ്വന്തമായിട്ട് നമ്മള് സമയം കണ്ടെത്തും. നിങ്ങൾക്ക് മുടി മുറിക്കണോ? മുടി മുറിച്ച് നല്ല ഭംഗിയാക്കി നടക്കണം, നടക്കൂ, ഫേസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം, അതൊക്കെ ശ്രദ്ധിക്കും. സ്കൂളിലൊക്കെ പോകാനുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഫിസിക്കലി മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് നിങ്ങൾ കരുതുക. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമാണ്, അതിനാരോട് ചോദിക്കുന്ന കാര്യമില്ല.
അങ്ങനെ നിങ്ങൾക്ക് ആർക്കും മടിയർവ് പറയരുത് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്. അതൊരിക്കലും ആർക്കും വേണ്ടി നമ്മൾ മാറ്റി വെക്കണ്ട. പിന്നെ എപ്പോഴാണ് പിന്നെ ഇങ്ങനെയൊക്കെ സമയമില്ല. എല്ലാ ദിവസവും സെക്കൻഡായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഇതേമാതിരി മുടി വെട്ടാൻ തോന്നുമ്പോ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കളയും ഫ്രണ്ടില്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പൈസ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ സേവ് ചെയ്യാൻ നോക്കുക. കിട്ടുന്ന പൈസകൾ സേവ് ചെയ്യുക. അങ്ങനെ കുറച്ച് പേര് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഹസ്ബൻഡിനെ ആശ്രയിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ പൈസ നിങ്ങൾ സേവ് ചെയ്തിട്ട് ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനുള്ള പൈസ ആയിട്ടുണ്ടാവും. അങ്ങനെ സേവ് ചെയ്തു. അല്ലാതെ ഇപ്പൊ മോണ്ടിസോറി സ്കൂളിൽ പോയി തുടങ്ങിയാൽ നിങ്ങൾക്ക് മാറാവുന്നതേ ഉള്ളൂ. പിന്നെ അങ്ങനെ അപ്പൊ നിങ്ങൾ നിങ്ങളെ സ്വന്തം ഇഷ്ടപ്പെടാം. നല്ലൊരു ടീച്ചറാണ് അത് നിങ്ങൾ അംഗീകരിക്കണം. ഇത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നടക്കുള്ളൂ. എന്താ നടക്കാത്തത്? പിന്നെ നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്തില്ല. പൊടിയല്ലേ എന്ന് പറഞ്ഞു. 2 ദിവസത്തിന് മുന്നേ എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടി. ഞാൻ എന്താണെന്ന് പറയുന്നില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഡിഫറൻസ് മെക്കാനിസം സൈക്കോളജി ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പഠിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നമ്മളല്ലാതായി മാറുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല, പഠിപ്പിക്കാൻ പറ്റുന്നില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. മൊത്തത്തില് ക്ലാസ് എടുക്കാൻ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. മൊത്തത്തിൽ തളർന്ന ഒരു സിറ്റുവേഷൻ. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയായിരുന്നു. ആ സിറ്റുവേഷൻസിൽ നിന്നാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാനെങ്കിൽ എന്നെ സ്ഥിരീകരിച്ചു. എനിക്കിതൊന്നും പറ്റില്ല. എനിക്ക് ക്ലാസ് എടുക്കാൻ പോകാൻ പറ്റില്ല, പഠിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു 2-3 ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് എനിക്ക് എങ്ങനെ ഞാൻ അതിന്റെ പിന്തിരിഞ്ഞു വന്നത് എനിക്ക് തന്നെ അറിയാം സത്യമായിട്ട്. പക്ഷെ ഒരു മൊമെന്റില് ഇത്രയൊക്കെ പഠിപ്പിക്കുന്ന ആൾക്ക് അത് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ അത് ഭയങ്കര മോശമായിക്കോളും. ഞാൻ എന്നെ തന്നെ ചെറുതാക്കി കളിയുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പൊ എനിക്കതിൽ ഏറ്റവും ഇതായത് നിങ്ങൾക്ക് കൊടുത്ത ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് കൊടുത്ത ക്ലാസ് കണ്ടു. നിങ്ങൾക്ക് കൊടുത്ത ക്ലാസ് കണ്ടപ്പോ എന്താണ് എന്തൊരു മോട്ടിവേഷനാണ് കൊടുക്കണേന്ന് അറിയോ? പക്ഷെ സ്വയം ജീവിതത്തിൽ വെച്ച് ആലോചിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ ആ ക്ലാസ് കണ്ടപ്പോ എനിക്ക് ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാല് അപ്പൊ ഞാൻ ഇതുവരെ എന്റെ ക്ലാസ്സുകളൊന്നും ഇത് നോക്കി കാണാറൊന്നുമില്ല. പക്ഷെ എനിക്കെന്തോ നിങ്ങളുടെ കാര്യം ആലോചിച്ചാൽ തന്നെ ഭയങ്കര ഒരു ആശ്വാസമാണ്. അപ്പൊ ക്ലാസ് എടുത്ത് കാണാം. നമുക്ക് ഇങ്ങനെ തോന്നലായിരിക്കും ആ സമയത്തിന് ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി ഒന്ന് ചെയ്യുന്നതാണ്. അത് കണ്ടു കഴിഞ്ഞത് ഭയങ്കര ആശ്വാസം. എന്താണ് സമാധാനം അതില്? ക്ലാസ്സിൽ അങ്ങോട്ട് വർത്താനം പറയുന്നു, ഇങ്ങോട്ട് വർത്താനം പറയുന്നു, തമാശ പറയുന്നു, മോട്ടിവേഷൻ കൊടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. പക്ഷെ ഓക്കെയാണോ? എല്ലാം മാറി. പല കഴിഞ്ഞ ക്ലാസ്സുകളൊന്നും വിചാരിക്കുന്നുണ്ടോ? എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഫേസ് ചെയ്ത് കാണാൻ പറ്റും. പക്ഷെ ആ സിറ്റുവേഷൻ കടന്നു. അപ്പൊ എല്ലാവരും ഒരു കാര്യം പ്രതീക്ഷിക്കാം. നമ്മളുടെ ജീവിതത്തില് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് പല മൊമെന്റ്സിൽ കടന്നു പോകേണ്ടി വരും. ആ സമയത്ത് മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ കൈവിട്ട് പോകും. എനിക്ക് കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥയ്ക്കായിരുന്നു. പക്ഷെ എന്തൊക്കെയോ എന്താ പറയാ, അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. നിങ്ങൾ ആദ്യം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പെട്ടുപോയത്. ഓക്കെ എന്താ പറഞ്ഞേ? അമ്പിളി എന്താ പറയുന്നത്? അമ്പിളി പറയുന്നത് ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഞങ്ങള് വൈകിട്ടില്ലേ, അന്നേരം നമ്മൾ ഒരുമിച്ച് കാണില്ലേ, അന്നേരം മിഠായി വാങ്ങി തരണം. ഇതൊക്കെ ഓർത്ത് വെച്ചിട്ട് ഞങ്ങൾ നല്ല പിള്ളേരല്ലേ. ഇവിടെ മിഠായി ഇങ്ങനെയാണ് പറഞ്ഞത്. ഞാനാണ് മധുരം എനിക്കാണ് മിഠായി കഴിക്കാൻ ഇഷ്ടം. എന്തോരം മധുരം കൂടി കഴിച്ചു. ഒരു സമയത്തൊന്നും ഇതൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ കിട്ടിയ സമയത്ത് ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം മധുരമാണ്. കുറെ നാളുകളായിട്ട് മധുരം, എല്ലാം മധുരം കഴിക്കുന്നു. ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കും. ഇനി ഒന്നും മാറ്റി വയ്ക്കാവുന്നില്ല, എല്ലാം കഴിക്കും. പിന്നെ ഒരു കാര്യം പറയട്ടെ. എന്താ പറയാൻ നോക്കിയോ? യെസ്, ഏകദേശം അടുത്ത മാസം ലാസ്റ്റ് ആവുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാം. 6ഉം 7ഉം ഏകദേശം കഴിഞ്ഞു. MD6ഉം MD7ഉം കഴിഞ്ഞു. കുറച്ച് ഭാഗങ്ങളെ നമുക്ക് എടുക്കാനുള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ജൂലൈ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ജൂലൈ പകുതിയോടുകൂടി ചിലപ്പോൾ തീരുമായിരിക്കും മോഡൽ. ഇത് നമുക്ക് ടേം എക്സാം പോലെ ആയിരിക്കും നടത്തുന്നത് കേട്ടോ. ടേം എക്സാം ആയിട്ടായിരിക്കും നടത്തുന്നത്. 2 എക്സാമേ ഉണ്ടാവുള്ളൂ. ഓക്കെ,
അതെങ്ങനെയാണ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. അപ്പൊ എനിക്ക് തോന്നുന്നു അവർ 7ലേക്ക് 6ന് മുമ്പ് 7ല് പിള്ളേര് കുറവാണ്, ടീച്ചേഴ്സ് കുറവാണ്, കുറെ പേര് ജോലി കിട്ടിപ്പോയി, അങ്ങനെ കുറച്ച് പേരുള്ളൂ. പെട്ടെന്ന് പോർഷൻസ് അവിടെ തരും, ക്ലാസ് ഒക്കെ പെട്ടെന്ന് തീരും എന്നൊരു മനോഭാവം പുള്ളിയോട്ട് വെച്ചോളൂ. പെട്ടെന്ന് തീരുന്നു എന്ന് പറയുമ്പോൾ വേണ്ട കേട്ടോ. യെസ്, എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ജൂലൈയിലായിരുന്നു തീരുന്നത്. ഇനി എന്തായാലും പോർഷൻസ് എടുക്കണമെന്ന് അറിയുന്നു. മാം കഴിയും, PG ഒക്കെ കഴിയുമെന്ന് തോന്നുന്നില്ല, സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. ആ ശരിയാണ്. PG കയറിയിട്ടുണ്ടോ നിങ്ങള്? കുറച്ചു പേരൊക്കെ ഉണ്ട് മാം PG-യിൽ. നമ്മൾ ചെയ്യുന്നുണ്ടോ PG? തമിഴ് പോയി ക്ലാസ്സിൽ പോയി? തമിഴുണ്ട്. ഓക്കെ. അപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ ഫസ്റ്റ് നേച്ചർ ആണ് നമ്മൾ പറഞ്ഞത്. So the concept of individual differences means to quantitate difference found among individuals in respect of specific trait or various traits. അതായത് ഒരാള് നമുക്ക് പലതരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ട് അല്ലെ, അളവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് അതായത് ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ പല ഇമോഷൻസ് പല രീതിയിലും പല അളവിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ഉണ്ടാകുന്നത്. എന്ത് ഇമോഷൻസ് ആയാലും ഇപ്പൊ ഇന്റലിജൻസ് ബേസ് ആയാലും ആറ്റിറ്റ്യൂഡ്, നമുക്ക് പല സംഭവങ്ങളോട് പല മനോഭാവങ്ങളാണ് അല്ലെ. അതായത് ഇപ്പോ സ്പിരിച്വൽ ആയിട്ട് ചിലർക്ക് ഭയങ്കര ദൈവവിശ്വാസം ഉണ്ടാവും, നേരെ മറിച്ചുള്ളവരുണ്ട് അല്ലെ. അമിതമായിട്ട് വിശ്വസിക്കുന്നത്, ദൈവവിശ്വാസം കൂടിയ ആൾക്കാരുണ്ടാവും, നിരീശ്വരവാദികളുണ്ട്, അങ്ങനെ പല ടൈപ്സ്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഒരേ വികാരങ്ങളാണെങ്കിൽ അതിന്റെ അളവിലൊക്കെ എന്തുണ്ട്, വ്യത്യസ്തത ഉണ്ട്. ഇതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ വൺ ഓഫ് ഡിഗ്രി ആൻഡ് വൺ ഓഫ് കൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്, ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇത് വരുന്നതിൽ ഇപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അതിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അതായത് അളക്കാൻ പറ്റും. എങ്ങനെയാണ് ഇത് അളക്കുന്നത്? ഒരാളുടെ സ്വഭാവം എങ്ങനെ നമുക്ക് കയ്യിൽ വെച്ച് അളക്കാൻ പറ്റുമോ? അളക്കാൻ പറ്റും. അതിനൊരു സാങ്കേതിക വിദ്യയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉണ്ട് അതിന്. അതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രെയ്റ്റ്സ്. ഒരാളുടെ സ്വഭാവത്തിന്റെ സാധാരണ വിതരണം കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുന്ന എങ്ങനെയായിരിക്കും? ഒരാളുടെ സ്വഭാവത്തിന്റെ അളവ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിന് ഗ്രാഫ് റെപ്രസെന്റേഷനിലൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് തല പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, ഇതാണ് അറിഞ്ഞിരുന്നാൽ മതി. അതായത് all measures of traits that contribute to the individual differences tend to distribute themselves as per the laws of normal probability curve. അതായത് നോർമൽ പ്രോബബിലിറ്റി കർവ് എന്നൊരു കർവ് ഉണ്ട്. അതായത് നമ്മളുടെ വ്യക്തി വ്യത്യാസങ്ങൾ അളക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കർവ് ആണെന്ന്. കർവ് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങളുടെ ഒരു ഗ്രാഫ് വരയ്ക്കും, ഗ്രാഫ് വരച്ചിട്ട് എക്സ് ആക്സിസ് ഉണ്ടാവും, വൈ ആക്സിസ് ഉണ്ടാവും. പഠിച്ചോർക്കുന്നുണ്ടോ പണ്ട് ഗ്രാഫൊക്കെ? എക്സ് ആക്സിസ് വൈ ആക്സിസ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഏത് കണ്ടന്റ് ആണോ ചെയ്യുന്നത് അതിനെ നമ്മൾ പോയിന്റ് ചെയ്യും. അപ്പൊ ഒരാളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അളക്കുമ്പോ എങ്ങനെയാണ് നമ്മളുടെ ഒരാളുടെ സ്വഭാവം അളക്കുന്നത്? സ്വഭാവം അളക്കുന്നത് എങ്ങനെയായിരിക്കും? അവര് പെരുമാറുന്ന പോലെ പോലെയാണോ? അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ് ആണ് നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. നിങ്ങള് കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാമോ? ടീച്ചർ അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നോട്ട്ബുക്ക് ഉണ്ടോ? ഓക്കെ, എഴുതിക്കോളൂ. The normal distribution നമ്മുടെ സ്പെല്ലിംഗ് എടുക്കുന്നുണ്ട്. The normal distribution with comma ഇടാട്ടോ, comma, also known as normal distribution, also known as ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ മറ്റൊരു പേര് കൂടി പറയുന്നുണ്ട്. ഇത് പേരാണ് ബെൽ കർവ്. ബെല്ല് കണ്ടിട്ടില്ലേ? നമ്മുടെ മണി കണ്ടിട്ടില്ലേ? ബെൽ. യെസ്, ബെൽ കർവ്.
The normal distribution, also known as the bell curve. ബെൽക്കറിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയോ? Bell, B-E-L-L, bell. Bell, curve, C-U-R-V-E, curve. B-E-L, bell എന്നുള്ളത് സെപ്പറേറ്റ്, കർവ് എന്നുള്ളതും സെപ്പറേറ്റ് ആണ് കേട്ടോ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ? Yes. Normal distribution of traits പറയുന്നതാണ്. The normal distribution also known as bell curve. നമ്മൾ ഇതിനെ bell curve എന്ന് കൂടി പറയുന്നത്. Bell curve എന്ന് പറയാൻ കാരണം എന്താണ്? Bell curve വരുന്നത്, അതായത് കർവ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ഒരാളുടെ സ്വഭാവത്തിനെ കുറിച്ചിട്ട്, ഇപ്പൊ സ്വഭാവം അളക്കുമ്പോൾ അയാളുടെ പല ക്വാളിറ്റീസിന്റെ ബേസിസിലാണ് അല്ലെ, ഓരോരുത്തരുടെ ക്വാളിറ്റിയുടെ ബേസിസിലാണ് നമ്മൾ അളക്കുന്നത്. ആ ക്വാളിറ്റി വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് എക്സ് ആക്സിസിൽ വൈ ആക്സിസിലേക്ക് മെഷർ ചെയ്ത് വരുമ്പോ അത് ഏത് ഷേപ്പിലായി മാറും? ആളുടെ നോർമൽ ആണ് സ്വഭാവമെങ്കിൽ അല്ലെ, നോർമൽ സ്വഭാവമാണെങ്കിൽ മാത്രമാണ് ബെൽ ഷേപ്പിൽ വരുന്നത്. ആ കർവ് വരയ്ക്കുമ്പോൾ നമ്മള് ബെൽ ഷേപ്പിൽ രൂപപ്പെടും. അല്ലാതെ സ്വഭാവത്തിലെ ഇൻഡിവിജ്വൽ ഡിഫറൻസസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കർവിന് എന്ത് മാറ്റം വരും? ഷേപ്പിൽ മാറ്റം വരും. പല ഷേപ്സിൽ ചിലപ്പോൾ അത് രൂപപ്പെട്ടത് വരാം. ഓക്കെ, ട്രയാങ്കിൾ ഷേപ്പിൽ രൂപപ്പെടാം, അതായത് ത്രികോണമിതിയിൽ രൂപപ്പെടും, ത്രികോണത്തിന്റെ ഷേപ്പിൽ രൂപപ്പെടാം, മറ്റ് ഷേപ്സിൽ കോൺകേവ്, കോൺവെക്സ് തുടങ്ങി പല ഷേപ്സിൽ വേണമെങ്കിൽ അത് രൂപപ്പെടും. അപ്പൊ ഒരാളുടെ സ്വഭാവം അളക്കുന്ന സമയത്ത് അയാളുടെ ക്വാളിറ്റീസ് നോക്കിയിട്ടാണ് അളക്കുന്നത്. എല്ലാ ക്വാളിറ്റീസും ഓക്കെ ആണെങ്കിൽ മാത്രമാണ് എന്ത് ഷേപ്പ് ആവുന്നത്? ബെൽ ഷേപ്പ് ആവുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരാളുടെ സാധാരണ സ്വഭാവ വിതരണത്തിലെ ബെൽ ഷേപ്പ് കർവ് എന്ന രീതിയിലോ സൂചിപ്പിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് ബെൽ ഷേപ്പ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നെ കാണാൻ പറ്റുമോ പിക്ചർ? കാണാം. ബെൽ ഷേപ്പ്. കേസ് ഇനി നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ എനിക്ക് ഇമാജസ് കാണാൻ പറ്റും. ഓക്കെ, എന്താണെന്ന് മാത്രം അറിഞ്ഞില്ല, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കാനില്ല കേട്ടോ അതില്. എവിടെ വരെ എഴുതി? The normal distribution also known as bell curve വരെ എഴുതിയില്ലേ? ഓക്കെ, എഴുതാം. നെക്സ്റ്റ് പോയിന്റ് is a fundamental concept. Is a fundamental concept. Is a fundamental concept. Is a fundamental concept in statistics. It's a fundamental concept in statistics. Statistics and spelling അറിയാലോ? STATISTICS. Statistics. Statistics that helps. Statistics that helps. THAT, that helps. That helps understand. Anu Mary duty there. Yes. Understand and analyze. Understand and analyze individual differences. Understand and analyze individual differences. അനലൈസ് ചെയ്തിട്ട് എന്താ മാം? Analyze individual differences. ഞാൻ ഒന്നുകൂടി ആദ്യം മുതൽ ഒന്ന് പറയാം. കഴിഞ്ഞിട്ടില്ലാത്തത് കുറച്ച് സെന്റൻസ് കൂടി വരുന്നുണ്ട്. ആദ്യം മുതൽ ഒന്നുകൂടി പറയാണ്. The normal distribution, also known as bell curve, is a fundamental concept of statistics that helps understand and analyze individual difference. Yes. Next point, this distribution
this distribution is often OFTEN is often observed in various characteristics comma എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സിലൂടെയാണ്, എന്തൊക്കെ സവിശേഷതകളിലൂടെയാണ് ഒരാളെ നമ്മൾ അളക്കാൻ പോകുന്നത്? ഫിസിക്കൽ ട്രേറ്റ്സ് എന്താട്ടോ? ഫിസിക്കൽ ട്രേറ്റ്സ് ലൈക്ക് height and weight. Physical traits like height and weight. Like height, പൊക്കം, ഉയരം. height and weight. ഉയരവും ഭാരവും. height and weight, comma, and psychological traits. Psychological traits. Psychological traits ഏതൊക്കെ വരും? Like intelligence or personality. Sentence ഒന്നുകൂടി പറയാം. The distribution is observed in various characteristics, including physical traits like height and weight, and psychological traits like intelligence or personality. Yes. അപ്പൊ എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുന്നത്? അതൊരു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മെഷർ ചെയ്യുന്നതിനുള്ള ഒരു കർവ് ആണ് എന്ത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുന്നത്. അതൊരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റും കൂടിയാണ്. മാത്രമല്ല ഇതിന് എന്തൊക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ആ ഒരു വ്യക്തിയിൽ ഒബ്സർവ് ചെയ്യുന്ന വേരിയസ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇതില് മെഷർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഫിസിക്കൽ ആയിട്ട് സൈക്കോളജിക്കൽ ട്രേറ്റ്സ്. ഫിസിക്കൽ സ്റ്റേറ്റ്സില് ഹൈറ്റും വെയിറ്റും മെഷർ ചെയ്യുന്നു. ദെൻ അതോടൊപ്പം തന്നെ എന്താണ്? സൈക്കോളജിക്കൽ ട്രേറ്റ്സ്, ഇന്റലിജൻസ്, ദെൻ പേഴ്സണാലിറ്റി. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മെഷർ ചെയ്തിട്ടാണ് കർവ് നമ്മൾ വരയ്ക്കുന്നത്. ഇത് എങ്ങനെയൊന്നല്ല, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ എന്താണെന്ന് മാത്രം പറഞ്ഞില്ല കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാനില്ല, വലിയൊരു സബ്ജക്റ്റ് ആണത്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് കണ്ടുപിടിക്കാന്നുള്ളത്. അപ്പൊ ഈ ബെൽ ഷേപ്പിന് നമ്മൾ മറ്റൊരു പേര് കൂടി പറയും. ഈ ബെൽ ഷേപ്പിന് നമ്മള്, അതായത് ഇരുവശങ്ങളും ഒരേപോലെ ഇരിക്കുന്ന ഷേപ്പിന് നമ്മൾ എന്താ പറയാറ്? എന്ത് പറയും? ഇരുവശങ്ങൾ ഒരേപോലെ റെക്ടാംഗിളോ? ഏതാ മാം? ഇരുവശം ഒരേപോലെ ഇരിക്കുന്ന ബെൽ ഷേപ്പിന്റെ ഒരു പ്രത്യേകത എന്താണ്? പോളിഗൺ. അതാണ് മറ്റേ ട്രയാങ്കിൾ ആണോ അതോ പോളിഗണോ? സിമെട്രിക്കൽ. എന്താ മാം? കേൾക്കുന്നില്ല. സിലിണ്ട്രിക്കലോ? യെസ്, സിമെട്രിക്കൽ. അതായത് സിമെട്രിക്കൽ എന്ന് പറയുന്നത് ബെൽ ഷേപ്പ്ഡ്, അത് ഇരുവശങ്ങൾ ഒരേപോലെ ആയിരിക്കുള്ളൂ. അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അളക്കുന്ന സമയത്ത് എല്ലാ ക്വാളിറ്റീസും ഒരേപോലെ വരുന്ന സമയത്താണ് സിമെട്രിക്കൽ ഷേപ്സ് വരുന്നത്. ഓക്കെ, സിലിണ്ടറിക്കൽ ആണോ സിമെട്രിക്കൽ ആണോ? സിമെട്രിക്കൽ ആണ്. സിമെട്രിക്കൽ സ്പെല്ലിംഗ് പറയാം. SYMMETRICAL സിമെട്രിക്കൽ. സിമെട്രി എന്നൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? യെസ്,
എന്തുകൊണ്ടാണ് സിമെട്രിക്കൽ എന്ന് പറയാൻ കാരണം രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും, ഈക്വൽ ഷേപ്പ് പോലെ ആയിരിക്കും ഇരിക്കുന്നത്. എന്റെ ക്ലാസ്സില് എന്റെ കൂടെ ബി.എഡിന് പഠിച്ചു ഈ സിമെട്രിക്കൽ ഷേപ്പാണ് അതിന്റെ ഫേസ്. ആ കേട്ടത് എല്ലാ വശം ഒരേപോലെ ഇരിക്കും. ഇങ്ങനെ ഒരു ഷേപ്പാണ്, പ്രത്യേക മുഖമാണ് അത്. ഞങ്ങളല്ലേ ഈ ഷേപ്പ് കണ്ടുപിടിക്കാൻ ഒരുപാട് പാടുള്ളൂ. ഇപ്പൊ ടീച്ചർ ഒരു ദിവസം സൈക്കോളജി ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചറാണ് പറഞ്ഞത് അത് സിമെട്രിക്കൽ ഷേപ്പാണ്. ഈ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ ഭാഗം എടുക്കുന്ന സമയത്താണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ ഫേസ് നോക്കൂ, ദാറ്റ് ഈസ് സിമെട്രിക്കൽ ഷേപ്പ്. അതേപോലെ ഇരിക്കണം ഫേസ്. ആള് കോഴിക്കോടുള്ളതാണ്, കോഴിക്കോട്. അതെ, ഇപ്പൊ മാത്സ് ടീച്ചറായിട്ട് വർക്ക് ചെയ്ത്. സിമെട്രിക്കൽ ഷേപ്പ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ആ ഷേപ്സ് കാണാം. കേൾക്കുന്നില്ലേ നിങ്ങള് പറയുന്നതൊന്നും? കേൾക്കുന്നുണ്ട് മാം. അല്ലെ? ഓക്കെ. ലെറ്റേഴ്സ് വെച്ച് ബിയുടെ ബി ഒക്കെ ലെറ്റർ വെച്ച് അപ്പ് ആൻഡ് ഡൗൺ നോക്കിയാൽ മതി. ലെറ്റർ ബി വെച്ച് ബിയുടെ നടുക്ക് കൂടെ ഒരു ലൈൻ വരുമ്പോ ബിയുടെ അപ്പ് ആൻഡ് ഡൗൺ സെയിം ഷേപ്പ് ആയിരിക്കുമല്ലോ. എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പോയിന്റ് ചെയ്തത്. നിങ്ങൾ ഗ്രാഫ് വെച്ച് പഠിച്ചിട്ടുള്ളവരല്ലേ, ഗ്രാഫ് വരയ്ക്കാൻ അറിയാമോ അല്ലേ? ഓക്കെ, നമ്മളത് അതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റിന്റെ അളവ് കൊടുക്കും. എക്സ് ആക്സിസിലാണ് നമ്മൾ അളവ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അളവ് മെഷർ ചെയ്തിട്ട് നമ്മൾ ആ പോയിന്റിൽ ഓരോന്ന് പോയിന്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും? 0 എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കർവ് വരയ്ക്കും. വരയ്ക്കുമ്പോൾ ഏത് ഷേപ്പിൽ വരണം? സിമെട്രിക്കൽ ബെൽ ഷേപ്പിലാണ് വരുന്നതെങ്കിൽ അവിടെ എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ സ്വഭാവത്തിന്റെ വിതരണം സാധാരണമാണ് അല്ലെ? അല്ലെങ്കിൽ ഇതിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഷേപ്സിന് വ്യത്യാസം വരുന്നത്. നിങ്ങൾ തലപൊകഞ്ഞൊന്നും ആലോചിക്കില്ല കേട്ടോ, എന്താന്ന് മാത്രം ഓർമ്മിക്കണം. ഓക്കെ, യെസ്. അപ്പൊ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറയാം. പറഞ്ഞോളൂ. It is not where you start. ഫസ്റ്റ് പറ. ഒരു മിനിറ്റ് നിങ്ങൾ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ക്ലാസ്സില് സിനി എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഉണ്ട്. ആരാ അത്? ക്ലാസ്സിലുണ്ടോ? ഗ്രൂപ്പിൽ കാണാറുണ്ട് സിനി എന്ന് പറഞ്ഞിട്ട്. സിനി അറിയില്ല. ഗ്രൂപ്പിലുണ്ട്. ഒരു കുട്ടി എനിക്ക് മെസ്സേജ് വെച്ചിരുന്നു കുറച്ച് മാസം മുൻപാണ് ദിവസം. അപ്പൊ ആരുടെ സിസ്റ്റർ മരിച്ചിട്ട് അത് നിങ്ങൾക്ക് അറിയാമോ? അറിയാം മാം. എനിക്ക് ആളാണല്ലേ? അതെ അതെ. സൂയിസൈഡ് ചെയ്തു അങ്ങനെ എന്താ സൂയിസൈഡ് ചെയ്തതാണ്. ഇപ്പൊ 58 ദിവസമായി. അപ്പൊ ഓരോ കാണാൻ പറ്റില്ല. മാം സിനി എന്നല്ലേ പേര്? സിനി സുഭാഷ്. പേരറിയില്ലല്ലോ എനിക്ക് കുറെ ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ ഇതേപോലെ സിനി എന്നൊക്കെ പറഞ്ഞ പേരുണ്ടല്ലോ. അപ്പൊ മെസ്സേജ് അയക്കും ആരാന്ന് മനസ്സിലായി. ക്ലാസ് പറഞ്ഞില്ല, ഇത് ക്ലാസ്സാന്ന് പറഞ്ഞില്ല. ഞങ്ങളുടെ കൂടെയാ സിനി സുഭാഷ് എന്ന പേര്. അപ്പൊ അതിന്റെ ചേച്ചി നമ്മുടെ കൂടെ തന്നെ പഠിച്ചിട്ടുണ്ടാണോ? ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്നാണോ? അല്ല, അതിന്റെ ചേച്ചി മരിച്ചതിന്റെ വിഷമത്തിലാ കുട്ടി. അത് കാരണം അതിന് ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അത് റെക്കോർഡ് ക്ലാസ്സാ കണ്ടോണ്ടിരുന്നേ. കുട്ടിയുടെ ചേച്ചിയുടെ മകളെ നോക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു. പറഞ്ഞിട്ട് മനസ്സിലായില്ല. അപ്പൊ നിങ്ങൾ ആളെ വിളിച്ച് സംസാരിച്ച് ക്ലാസ്സിൽ കയറാനൊന്ന് പറയട്ടോ. മെസ്സേജ് അയക്കാറുണ്ട്. അവള് ആദ്യം ഡ്രോപ്പ് ചെയ്യാണ്. ചേച്ചിയാണ് ക്ലാസ്സിൽ എന്നെ ഇതാക്കിയത്. അപ്പൊ എനിക്കിത് പഠിക്കാൻ പറ്റുന്നില്ല, ചേച്ചിയാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ ഒരു ദിവസം എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. ഇന്നലെയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ 58 ദിവസം കഴിയുമ്പോൾ എപ്പോഴും ഓരോ ദിവസം ഇങ്ങനെ 57 ദിവസം 58 ദിവസം. അപ്പൊ ഞാൻ എപ്പോഴും വഴക്ക് പറയും, പോയവര് പോയി, നീ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, നീ നിന്റെ കാര്യം നോക്ക്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ ഞാൻ അതിന് ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷെ ആളത് റിക്കവർ ചെയ്ത് വരാൻ കുറച്ച് ആൾക്ക് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ആള് പറയണ എനിക്ക് ക്ലാസ് കാണും. ഞാൻ ഒരിക്കലും നീ ഡ്രോപ്പ് ഔട്ട് ചെയ്യരുത്, കാരണം ഇനി 2-3 മാസം ഉള്ളൂ. എക്സാം എങ്ങനെ എഴുതലും ഡു ഓർ ഡൈ, ജയിക്കുക നോക്കും, അതൊക്കെ നമ്മുടെ പിന്നത്തെ കാര്യമാണ്. പക്ഷെ പഠിച്ചേ പറ്റൂ. അപ്പൊ അവളെ ആക്ടിവിറ്റീസ് ഒക്കെ എന്തോ ഇതുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ പതിയെ ചെയ്താൽ മതി, ഓടിപ്പിടിച്ച് നമുക്ക് എങ്ങോട്ട് പോകാനില്ല, പതിയെ സമാധാനപ്പെട്ട് ചെയ്യുക. പിന്നെ ആരെങ്കിലും ഒക്കെ അയൽവക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞിട്ട്
അത് അവരോട് ചെയ്തു തരാൻ പറയാ. അങ്ങനെ അത്രയും ഡൗൺ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ദിവസം. ഓക്കെ, ഞാനിപ്പോ സിനി നമ്മുടെ ക്ലാസ്സിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ക്ലാസ്സിൽ കയറണം. സിനി ഇങ്ങനെ അങ്ങനെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇരുന്ന് പോകും, മനസ്സ് അങ്ങനെ ആയിപ്പോകും. പക്ഷെ നമ്മൾ ആ സിറ്റുവേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഇനി പക്ഷെ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ക്ലാസ്സിൽ കയറാൻ നോക്കണം. നമ്മളൊരു ടീച്ചർ ആവുന്നുണ്ട്. ചേച്ചി ചേർത്തത് എന്തിനാണ്? ടീച്ചർ ആവാൻ വേണ്ടിയാണ് ചേർത്തത്. അപ്പൊ പഠിക്കാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അപ്പൊ ക്ലാസ്സിലേക്ക് വരാം. നല്ല ധൈര്യം, ഇത്രയും കൂട്ടുകാരുണ്ട്, നല്ല ഞങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ട്, കോൺഫിഡന്റ് ആയിട്ട് ക്ലാസ്സിൽ കയറാൻ നോക്കുക കേട്ടോ. പതിയെ താൻ ശരിയായിക്കോളും. ക്ലാസ്സിൽ കയറുന്നതാണ് നല്ലത്. ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ക്ലാസ്സിൽ കയറുന്നതാണ് നല്ലത്. താൻ കയറണമെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി റെക്കോർഡഡ് ക്ലാസ് ക്ലാസ്സിൽ കയറണുണ്ട്. റെക്കോർഡിൽ നല്ലത് ലൈവ് ക്ലാസ് ഇല്ലേ? അതെ അവള് വർക്ക് ചെയ്യുന്നുണ്ടോ മാം? അപ്പൊ നിങ്ങളെല്ലാരും മാക്സിമം നിങ്ങളെ പോലുള്ള ആള് തന്നെയാണ് അല്ലെ? അപ്പൊ നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് എൻകറേജ് ചെയ്തൊന്ന് കൊണ്ടുവരാൻ നോക്കുക കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. അതിനോട് പറഞ്ഞോ നമ്മള്? ഇല്ല മാം. പറഞ്ഞോ, ആരാണ് പറയുന്നുണ്ടോ? ഇത് വേണ്ട. ഇത് പറഞ്ഞു. Quote: every teacher once was a student, every winner once was a loser, every expert once was a beginner, but all of them have crossed the bridge called learning. APJ Abdul Kalam. Thank you, ma'am, for your wonderful class. Thank you, all my dear friends. താങ്ക് യു സോ മച്ച്. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം മറന്നു വരുന്നത് കേട്ടോ. സിറ്റിയെ ക്ലാസ്സിൽ കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.